ഹായ് എല്ലാവർക്കും ഉമ്മാൻ്റെ badkhniയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ റമദാനൊക്കെയാണ്, മധുരമൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെയാണ്, സാധനങ്ങളുടെയൊക്കെ ലഭ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ്. നമ്മൾ പായസമൊക്കെ വെക്കുന്ന പരിപ്പില്ലേ, അത് 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് നല്ല ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് ഒരു കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് കുക്കറിലിട്ടതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഞാനൊരു 6 വിസിലോട് കൂടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേവ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി തേങ്ങാപ്പാൽ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഏലക്ക പൊടിച്ചത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏലക്ക ഇട്ടാലും മതി, ഒരു 2 3 ഏലക്ക ഇട്ടാലും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ കുറച്ച് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് 1-ാം പാലൊക്കെ എടുക്കില്ലേ നമ്മൾ, തമ്പാൽ, അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ, നല്ല കട്ടിയുള്ള പാൽ. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് മധുരം കൂടെ ചേർക്കുകയാണ്. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റി വരണം. ആ സമയം കൊണ്ട് നമുക്ക് 1 സ്പൂണ് അരിപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വറ്റി വരുന്നതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് പീസായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഒന്നും കൂടെ ഒന്ന് തിക്കായി വരണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലിങ്ങനെ തിള വരുന്നത് ഇതിൻ്റെ കറക്റ്റ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ 3 ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം ഈ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയതുകൊണ്ട് ഈ ഒരു പരുവമാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് എണ്ണയെല്ലാം തടവി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.